ഗൈസ്, ഞാൻ ഈ ചാടിത്തുള്ളി പോകുന്നത് നമ്മളെ സ്വന്തം സ്വീറ്റ് ലബാനിലേക്കാണ്. അവിടുത്തെ പുതിയ ഡിസേർട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഈ പോകുന്ന പോക്ക്. അങ്ങനെ ഞാൻ നേരെ തട്ടകത്തിലേക്ക് കയറി ഓരോന്നായി ട്രൈ ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ വെച്ചിട്ടാണ് ട്രൈ ചെയ്യാൻ കയറിയത്. പിന്നീട് എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതൊന്നും എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടണ പണിയല്ലെന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തു, നൈസായിട്ട് അവിടെയുള്ള പയ്യനങ്ങ് ഒഴിഞ്ഞു കൊടുത്തു. അവനാണെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഞാനിങ്ങനെ അവൻ ചെയ്യുന്നതും കണ്ട് നോക്കിയിരുന്നപ്പോഴേക്കും ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ഞാനാണ് ഈ സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര കട്ട എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ കയ്യിൽ കിട്ടി. എനിക്കാണ് ഇതൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ട് ഏത് ട്രൈ ചെയ്യണമെന്ന് അറിയാതെ ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റ് തിരാമിസു ട്രൈ ചെയ്തു. അത് അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. പിന്നീട് കപ്സ ട്രൈ ചെയ്തു. പിന്നീട് ഫാൻറ്റയാണോ ഫാറ്റയാണോന്ന് ഒരു ഡൗട്ട് ട്രൈ ചെയ്തു. എല്ലാം ഒന്നിനൊന്നും മെച്ചം. ഞാൻ പിന്നെയും ഓരോ ബൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞാൻ ചീസ് ബോംബും കൂടി ട്രൈ ചെയ്തു. ഗൈസ്, ഒന്നും പറയാനില്ല, ലൈക്ക് നമ്മളങ്ങ് മെൽട്ടായി പോവുക. കാരണം എന്താ പറയണ്ടേന്നറിയില്ല, ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. എങ്ങനെയുണ്ട്? അടിപൊളി. എങ്ങനെയാ? എങ്ങനെയുണ്ട്? ഗൈസ്, അപ്പൊ നമ്മുടെ സ്വീറ്റ് ലബാനില് എല്ലാം അഫോർഡബിൾ പ്രൈസിലാണ് സ്റ്റുഡൻസിന് വേണ്ടി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, എല്ലാ മാസവും 2 to 4 ഐറ്റംസ് എന്തായിട്ടും ന്യൂ ലോഞ്ച് ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുക. കാരണം അടിപൊളിയാണ് ഇവിടുത്തെ ഐറ്റംസ് ഒക്കെ. ഒന്നൊന്നായിട്ട് എടുത്ത് പറയാൻ പറ്റത്തില്ല, കാരണം അത്രയും ടേസ്റ്റ് ആണ്. സോ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ആചാര്യ കോളേജിന് മാക്സിമം 2 minutes വാക്ക് മാത്രമേ ഉള്ളൂ. ഗൈസ്, അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മന്തി ഹൗസിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ സ്വീറ്റ് ലബാൻ. അപ്പോൾ ഓക്കെ, ബൈ.